ഒരു ചെറിയ ക്യാപിറ്റലുള്ള ഒട്ടുമിക്ക ട്രേഡേഴ്സും മനസ്സിൽ കണക്ക് കൂട്ടുന്നത് ഇങ്ങനെയൊക്കെയാണ്. എൻ്റെ കയ്യിൽ ഇത്ര ക്യാപിറ്റലുണ്ട്, ദിവസം ഒരു 1000 രൂപയെങ്കിലും ജനറേറ്റ് ചെയ്യണം, മാസം ഒരു 10,000 മുതൽ 20,000 വരെ നെറ്റ് P&L വേണം. സോ ഈ കണക്കുകൾ എത്രമാത്രം പോസിബിൾ ആണ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് പരിശോധിക്കാം. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ 3 കോളങ്ങൾ കാണാം. ആദ്യത്തെ കോളം എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് എത്രയാണോ അതാണ് നമ്മളിവിടെ ഫില്ല് ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ കോളം നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് നമ്മുടെ ക്യാപിറ്റലിൻ്റെ എത്ര ശതമാനമാണ് അതാണ് നമ്മളിവിടെ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ മാക്സിമം ക്യാപിറ്റലായിട്ട് എടുക്കുന്നത് 1 ലക്ഷമാണ്. സോ 1 ലക്ഷം നമുക്ക് നമ്മുടെ ക്യാപിറ്റലിൽ ഫില്ല് ചെയ്യാം. അതിനുശേഷം താഴോട്ട് 50,000 പിന്നെ 25,000 20,000 ഫൈനലി 10,000. എല്ലാത്തിലും നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1000. നമ്മൾ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് ഡെയിലി 1000 രൂപ പ്രോഫിറ്റ് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം, അതാണ് ബ്രോക്കറേജ്. 1 ലക്ഷത്തിന് ഏതാണ്ട് 300 രൂപ അല്ലെങ്കിൽ അതിൽ താഴെ അതായിരിക്കും നമ്മുടെ ബ്രോക്കറേജ് എന്ന് പറയുന്നത്. 10,000 രൂപയ്ക്കാണെങ്കിൽ 60 രൂപയിൽ താഴെയായിരിക്കും ബ്രോക്കറേജ് എന്ന് പറയുന്നത്. സോ എല്ലാത്തിലും നമ്മൾ എന്തായിരിക്കും 1000 രൂപ പ്ലസ് ബ്രോക്കറേജ് അതായിരിക്കും നമ്മുടെ പ്രോഫിറ്റ് ലെവൽ എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് 1 ലക്ഷം രൂപ കൺസിഡർ ചെയ്യാം. നമ്മൾ പ്രിഫർ ചെയ്യുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. അതായത് ദിവസം 1000 രൂപ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. അപ്പോൾ പെർസെൻറ്റേജ് റിട്ടേൺസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് റിട്ടേൺസ് എപ്പോഴും പ്രോഫിറ്റ് ബൈ ക്യാപിറ്റൽ ഇൻറ്റു 100. പ്രോഫിറ്റ് ബൈ ക്യാപിറ്റൽ ഇൻറ്റു 100. ഇവിടുത്തെ പ്രോഫിറ്റ് എത്രയാണ്? 1000. ഇവിടുത്തെ ക്യാപിറ്റൽ എത്രയാണ്? ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 1 ലക്ഷമാണ്. അപ്പോൾ ക്യാപിറ്റൽ 1 ലക്ഷം. അപ്പോൾ പ്രോഫിറ്റ് 1000, ക്യാപിറ്റൽ 1 ലക്ഷം. സോ 1000 ബൈ 1 ലക്ഷം ഇൻറ്റു 100. അപ്പോൾ ഏതാണ്ട് 1% റിട്ടേൺസ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് 1% പ്രോഫിറ്റാണ് ഒരു ദിവസം ഉണ്ടാക്കേണ്ടത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്കിവിടെ ബ്രോക്കറേജ് കൂടെ ഉണ്ട്. അപ്പോൾ ബ്രോക്കറേജിൻ്റെ പെർസെൻറ്റേജ് കൂടെ നമ്മൾ കൂട്ടണം. അപ്പോൾ ഒരു ദിവസം നമുക്ക് വേണ്ടത് 1% പ്രോഫിറ്റ് പ്ലസ് ബ്രോക്കറേജിൻ്റെ പെർസെൻറ്റേജ്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമ്മുടെ ക്യാപിറ്റൽ ഇനി 50,000 രൂപയാണെങ്കിൽ എത്ര റിട്ടേൺസ് നമ്മൾ ഉണ്ടാക്കണം? അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ 50,000 രൂപയാണെങ്കിൽ 2% പ്രോഫിറ്റ് പ്ലസ് ബ്രോക്കറേജിൻ്റെ പെർസെൻറ്റേജ്. 2% പ്രോഫിറ്റിൻ്റെ കൂടെ ബ്രോക്കറേജിൻ്റെ പെർസെൻറ്റേജ് കൂടെ കൂട്ടുക. ഇനി നമ്മുടെ ക്യാപിറ്റൽ 25,000 ആണെങ്കിൽ 4% പ്രോഫിറ്റ് പ്ലസ് ബ്രോക്കറേജിൻ്റെ പെർസെൻറ്റേജ്. 4% പ്രോഫിറ്റ് പ്ലസ് ബ്രോക്കറേജിൻ്റെ പെർസെൻറ്റേജ് അതുകൂടെ കൂട്ടുക. നമ്മുടെ ക്യാപിറ്റൽ 20,000 ആണെങ്കിൽ 5% പ്രോഫിറ്റ് പ്ലസ് ബ്രോക്കറേജിൻ്റെ പെർസെൻറ്റേജ് അതുകൂടെ കൂട്ടുക. 5% പ്രോഫിറ്റ് പ്ലസ് ബ്രോക്കറേജിൻ്റെ പെർസെൻറ്റേജ് കൂടെ കൂട്ടുക. നമ്മുടെ ക്യാപിറ്റൽ 10,000 ആണെങ്കിൽ 10% പ്രോഫിറ്റ് പ്ലസ് ബ്രോക്കറേജിൻ്റെ പെർസെൻറ്റേജ്. സോ ഇവിടെ 10,000 രൂപയും 20,000 രൂപയും കയ്യിലുള്ളവർക്ക് ഒരു മിക്സഡ് ഫീലിംഗ് ആയിരിക്കും. കാരണം അവർക്ക് 5 മുതൽ 10% വരെയാണ് ഒരു ദിവസം ഉണ്ടാക്കേണ്ടത്, അല്ലേ? സോ ആ കണക്കിന് നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. ശരി, നിങ്ങളുടെ കയ്യിൽ 10,000 രൂപയാണ് ക്യാപിറ്റൽ ഉള്ളത്. നിങ്ങളുടെ പ്രിഫേർഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 1000 രൂപ പ്ലസ് ബ്രോക്കറേജ് ആണ്. അതിൻ്റെ ശതമാനത്തിൽ പറയുമ്പോൾ 10% പ്ലസ് ബ്രോക്കറേജിൻ്റെ ശതമാനം കൂടെ കൂട്ടുക, അല്ലേ? ശരി, നിങ്ങൾ 400 രൂപ വിലയുള്ള സ്റ്റോക്കിൽ ഒരു ബൈ പൊസിഷൻ എടുത്തു എന്ന് വിചാരിക്കുക. ശരി, 400 രൂപയിൽ നിന്ന് 440 പോകുമ്പോൾ 10% ഒരു മൂവ് ഉണ്ടായി, ശരിയല്ലേ? സോ ഈ 10% നിങ്ങൾ ക്യാപ്ചർ ചെയ്താലേ നിങ്ങളുടെ പ്രോഫിറ്റും 10% ആകൂ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഇൻട്രാഡേയിൽ അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. ഇവിടെയാണ് ബ്രോക്കർ നമുക്ക് തരുന്ന ലെവറേജിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ശരി, നിങ്ങളുടെ ബ്രോക്കർ അതിപ്പോൾ അപ്സ്റ്റോക്സ് ആവട്ടെ സെറോദ ആവട്ടെ 3x മുതൽ 5x വരെ ലെവറേജ് തരും. സോ അതിൻ്റെ അർത്ഥം 400 രൂപ വിലയുള്ള അതേ സ്റ്റോക്കിൽ നിങ്ങളൊരു ബൈ പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് 408 പോകുമ്പോൾ 2% മൂവ് ഉണ്ടാകും. ഈ 2%നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 10% പ്രോഫിറ്റ്. അതായത് നിങ്ങൾ ബ്രോക്കർ തരുന്ന ലെവറേജ് യൂസ് ചെയ്തില്ല എങ്കിൽ 10% മൂവ് ക്യാപ്ചർ ചെയ്താലേ നിങ്ങൾക്ക് 10% പ്രോഫിറ്റ് കിട്ടും. അതേസമയം ബ്രോക്കർ തരുന്ന ലെവറേജ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് 5x ആണെങ്കിൽ 2% മൂവ് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% പ്രോഫിറ്റ് കിട്ടും. 3.33% മൂവ് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% പ്രോഫിറ്റ് കിട്ടും. 3x ആണ് ലെവറേജിങ്.